ശ്രീ ജയശങ്കർ, ഇപ്പോൾ ഇന്നലെ കോടതി പറഞ്ഞതനുസരിച്ച് അഴിമതി നിരോധന കുറ്റം കൂടി ചുമത്തിയിട്ടുണ്ട്, ആ വകുപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് FIR ചോദിച്ചു, കൊടുത്തില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. പക്ഷേ ED പ്രാഥമികമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ED കൂടി സ്വർണ്ണക്കൊള്ളയിലേക്ക് വന്നാൽ ജാമ്യം പോലും കിട്ടുക പ്രയാസമായിരിക്കും. ED സ്വർണ്ണക്കൊള്ളയിലേക്ക് വരാതിരിക്കാനായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കാരണം എന്ന് വെച്ചാൽ, ഒന്നാമത് ഈ കേന്ദ്ര ഏജൻസികളെ കുറിച്ച് നമുക്ക് തീരെ മതിപ്പില്ല, ബഹുമാനമില്ല. മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ EDയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ കഴുത്തോളം മുങ്ങി നിൽക്കുന്ന സമയമാണ്. രണ്ടാമത്, എൻഫോഴ്സ്മെന്റുകാർ വന്നാൽ അന്വേഷണം പത്മകുമാറിൽ നിൽക്കുകയില്ല, കടകംപള്ളി സുരേന്ദ്രനിലേക്കോ പിണറായി വിജയനിലേക്കോ തന്നെ നീണ്ടുപോകാനുള്ള സാധ്യത. അപ്പൊ അങ്ങനെ ഒരു അപകടം വരാതിരിക്കാൻ വേണ്ടി മിക്കവാറും ശബരിമല വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി VK മോഹനെ കമ്മീഷണറായിട്ട് നിയമിക്കാനുള്ള എല്ലാ സാധ്യത. അതുമല്ല, അഴിമതി നിരോധന നിയമമോ ഏതെങ്കിലും നിയമങ്ങളൊക്കെ ഉൾപ്പെടുത്തി നേരത്തെ മറ്റു പല കേസുകളും പോലെ, കരുവന്നൂർ കേസ് പോലെ, അതല്ലെങ്കിൽ മാസപ്പടി കേസ് പോലെ, ഇത് എന്തെങ്കിലും നിയമപരമായ കുതന്ത്രങ്ങൾ പ്രയോഗിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഒരു കാരണവശാലും എൻഫോഴ്സ്മെന്റിനോ CBIക്കോ കൈമാറാതിരിക്കാനുള്ള ശ്രമമായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുക. കാരണം വാസു തന്നിഷ്ടപ്രകാരമോ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ടോ സ്വകാര്യ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ല ഇങ്ങനെ ഒരു കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുന്നില്ല. അദ്ദേഹം അടിയുറച്ച പാർട്ടിക്കാരനാണ്. നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. മന്ത്രി ഗുരുദാസന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ആളാണ്. ഗുരുദാസൻ വളരെ സത്യസന്ധനായ, ഒരു പൈസ അഴിമതിയില്ലാത്ത ആളായിരുന്നു. വാസുവിന് ഗുരുദാസന്റെ ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കായിരുന്നു. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയില്ലല്ലോ. അതെന്തുകൊണ്ടാ? അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമായിരുന്നു. അതുകൊണ്ടാണ് എക്സൈസ് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇരുന്നപ്പോൾ കൈക്കൂലിമായി കേട്ട ഈ വാസു എന്തുകൊണ്ടാണ് ശബരിമലയിൽ കമ്മീഷണറായിട്ടും പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചെയർമാനായിരിക്കുന്ന സമയത്ത് ഇത്ര വലിയൊരു കൊള്ള നമുക്കാർക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, ഇന്ന് വരെ കോൺഗ്രസ്സുകാർ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള അതിഭയാനകമായ ക്ഷേത്ര കൊള്ള നടത്തിയതെന്ന് ആലോചിച്ചാൽ അതിൻ്റെ അകത്ത് പാർട്ടിയുടെ ഇടപെടൽ വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പാർട്ടിയുടെ ടോപ്പ് ബ്രാസിൽപ്പെട്ട ആൾക്കാരുടെ അറിവോടും സംഭവത്തോടും ഒത്താശയോടും അവരുടെ. അത് മാത്രമല്ല, താങ്കൾക്ക് ഒരുപക്ഷെ യുവതീ പ്രവേശന കാലയളവ് ഓർമ്മയുണ്ടാകും. അന്ന് പത്മകുമാർ ആയിരുന്നു തിരുവിതാംകൂറിന്റെ അതിന്റെ അധ്യക്ഷൻ, അദ്ദേഹമായിരുന്നു. പക്ഷേ പത്മകുമാർ അതിനെതിരെ, അതായത് സർക്കാർ നവോത്ഥാനം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ നിലപാടെടുത്ത വ്യക്തിയായിരുന്നു പത്മകുമാർ. അന്ന് സർക്കാരിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അന്നൊരു സൂപ്പർ പ്രസിഡന്റ് ആയിരുന്നു, സൂപ്പറും ദേവസ്വം ബോർഡ് അധ്യക്ഷനായിട്ടായിരുന്നു അന്ന് വാസു പ്രവർത്തിച്ചിരുന്നത്. അതെ, തീർച്ചയായിട്ടും എനിക്കെല്ലാം ഇത് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണ്. വാസുവായിരുന്നു സത്യത്തിൽ പിണറായി വിജയന്റെ ഒരു സ്ഥാനപതി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകാര്യകർത്താവ്. ഈ യുവതീ പ്രവേശനം ഉറപ്പുവരുത്തണം എന്ന നിർബന്ധമുള്ള രണ്ടുപേർ, ഒന്ന് പിണറായി വിജയനും മറ്റത് വാസുവും മാത്രമേ. പിന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് ആക്ടിവിസ്റ്റുകളും ചില മാധ്യമ പ്രവർത്തകരും, ഞാനിപ്പോൾ ആ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്ത്, അതിലടക്കം അന്ന് അദ്ദേഹം എടുത്ത സ്തുത്യർഹമായ നിലപാടിന് ഒരു പ്രത്യുപകാരമായിട്ടാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്. അല്ലെങ്കിൽ ഒരു കമ്മീഷണറെ പ്രസിഡന്റ് ആക്കിയ ചരിത്രം ഇതുവരെ ദേവസ്വം ബോർഡിൽ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹം എങ്ങനെ കമ്മീഷണറായി, ഇദ്ദേഹം എങ്ങനെ പ്രസിഡന്റായി? അപ്പൊ സംഗതി വ്യക്തമാണ്. ഇതിന്റെ കൊള്ള മുതൽ എങ്ങോട്ടാണ് പോയത് എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ. തിരുവാഭരണം കമ്മീഷണർ ആകാനുള്ള മാനദണ്ഡങ്ങൾ, IAS ഉദ്യോഗസ്ഥനാകണമെന്നുള്ള മാനദണ്ഡങ്ങൾ പോലും വളച്ചൊടിച്ചാണ്. അതിനൊരു പ്രത്യേക വിശദീകരണം, വ്യാഖ്യാനം ഒക്കെ നൽകിയാണ് തിരുവാഭരണം കമ്മീഷണർ ആകുന്നത് വാസു. അതെ, അതിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് തന്നെയാണല്ലോ. ഇങ്ങനെ വളരെ വളരെ വളഞ്ഞ വഴിയിൽ കൂടിയാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് എത്തിച്ചതും വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ഈ സ്വർണം ജപ്പാക്കി മാറ്റിയത്. ശരി, വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ സംസാരിച്ചതിന്.